മൂന്നാം ക്ലാസ്സിലെ ഗ്രീൻ എർത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇല ആൽബം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇല നമ്മൾ നേരിട്ട് പിച്ചി നമ്മുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കുമ്പോഴേക്കും ബുക്ക് ചീത്തയാവാനിടയുണ്ട്. അതിന് നമുക്ക് ഉണക്കിയെടുത്താണ് സാധാരണ ഒട്ടിക്കുന്നത്. ഉണക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് വേഗത്തിൽ ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഞാൻ ഒരു പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏതില എടുത്താലും അത് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ പേപ്പർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇലയുടെ കറ ക്ലോത്തിലോ അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ പുറത്തോ ആവാൻ ഇടയുണ്ട്. നമുക്ക് ഏത് ഇല വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നുകിൽ പേപ്പർ ഇങ്ങനെ പുറത്ത് മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നേരിട്ട് അയൺ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് നേരം ഒരു സെക്കൻഡൊക്കെ പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ട് വീണ്ടും ചെയ്തെടുക്കാം. ഒരുപാട് ജലാംശമുള്ള ഇലകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഉണങ്ങി വരാനായിട്ട്. ഇതൊക്കെ നമുക്ക് വേഗം ഇങ്ങനെ വാടി കിട്ടും. ചേമ്പലയും എരിക്കിൻ്റെ ഇല, കപ്പയ്ക്കയുടെ ഇല അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണങ്ങി വരാൻ. ഇതിപ്പം നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റൊരിലയും കൂടി ചെയ്യാം. നമുക്ക് ഇലയുടെ ആൽബം തയ്യാറാക്കുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഇതുപോലെ അയൺ ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഇല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ അയൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ജലാംശം കൂടുതലുള്ളതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട്. നമുക്ക് ഇത് നമ്മൾ എവിടെയാണോ ചെയ്യേണ്ടത്, പ്രോജക്റ്റ് നോട്ട്ബുക്കിലാണെങ്കിൽ അങ്ങനെ, ചാർട്ടിലാണെങ്കിൽ ചാർട്ടിൽ എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത് ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് കട്ട് ചെയ്തത് ഒട്ടിക്കാം. നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒട്ടിക്കാനുള്ള ഭാഗത്തായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ താഴെയായിട്ട് ഇലയുടെ പേര് എഴുതി കൊടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് കാണിക്കാം. ഇത് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ ആദ്യം സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും. ഇനി ഇതിന് ഞാനൊരു ക്യാപ്ഷൻ ഹെഡിങ് വയ്ക്കുന്നതിനായിട്ട് ഞാൻ ലീഫിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലീഫ് പ്രിസർവേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു ലീഫ് ആൽബം തയ്യാറാക്കാം.